സൂക്ഷിക്കാൻ കഴിയില്ല. കണ്ണ് സൂക്ഷിക്കാത്ത ഒരാൾ കണ്ണുകൊണ്ട് ഹറാമ് കാണുകയോ കണ്ടുകൊണ്ടിരിക്കുകയോ അത് ആസ്വദിക്കുകയോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മൈൻഡ്, അവന്റെ ബ്രെയിനിന്റെ ഉള്ളിൽ തന്നെ അല്ലാഹു തആല ചില പ്രോസസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കും. എന്തേ? ഹറാമിലേക്ക് അവൻ നോക്കിയില്ലേ, ഹറാം അവൻ ആസ്വദിച്ചില്ലേ, അതുകൊണ്ട് നരകത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. പിന്നെ അവന്റെ പൈശാചികമായ ചിന്തകളായി അവസരമുണ്ടായാൽ ചെയ്യുമെന്നായി. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോ അവരാരാണ് നബിയേ? മിൻ അഹ്ലി ജിൽദത്തിക്കും, നിങ്ങളിൽപ്പെട്ട ആളുകളാണ്, നിസ്കരിക്കുന്നവരാണ്, നോമ്പ് നോൽക്കുന്നവരാണ്, ഖുർആൻ ഓതുന്നവരാണ്. പക്ഷേ ഇദാ ഖലാ ബിമഹാരിമില്ലാഹി ഇൻതഹകഹ, ഒരു ഹറാം ചെയ്യാൻ അവസരം കിട്ടിയാൽ അവരത് ചെയ്യും. അങ്ങനത്തെ ആളുകളുടെ അമൽ അല്ലാഹു തആല ലവലേശം ലാ യഅബഉല്ലാഹു ബിഅമാലിഹിം ഷൈആ, അല്ലാഹു അവരുടെ അമലുകൾ കണക്കാക്കുന്ന പോലുമില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആ അമൽ അല്ലാഹുക്ക് വേണ്ട. എന്താണ് അതിനർത്ഥം? ഒരു ഹറാം ചെയ്യാൻ അവസരം ഇല്ലാത്തത് കൊണ്ടും ചെയ്യാതിരിക്കാൻ അവസരം, ഗിവൻ എ ചാൻസ്, അവനത് ചെയ്യും. ഇതാണ് ഉള്ളിലിരിപ്പെങ്കിൽ ആ ഇബാദത്തിന്റെ സത്ത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അല്ല, നിസ്കരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇന്നസ്സലാഹ്, തീർച്ചയായും നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാണെന്ന് പറഞ്ഞ് കൈകെട്ടി തമ്പുരാന്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കുന്ന 5 നേരത്തെ നിസ്കാരം തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, അത് ചെയ്യുന്ന ഒരു മനുഷ്യനും തോന്നിവാസം ചെയ്യാൻ കഴിയുകയില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. എന്തേ? നിസ്കാരത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന നിസ്കാരമാണ്, വെറുതെ ഒരു ഫിസിക്കൽ ആക്ഷൻ അല്ല അത്. അവൻ നിസ്കാരം ഇന്റേണലൈസ്, മനസ്സുകൊണ്ട് ആവാഹിച്ചെടുത്തുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ്. അതിനർത്ഥം ഉണ്ടാകും. അപ്പൊ അവന് തിന്മ ചെയ്യാൻ കഴിയില്ല. അതല്ലേ ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ അനക്കവും എന്റെ അടക്കവും, ഞാൻ കാലെടുത്ത് വെക്കുന്നതും കൈനീട്ടുന്നതും തലയനക്കുന്നതും കണ്ണു തുറക്കുന്നതും എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിനാണ്. ഇങ്ങനെ പറയുമ്പോ പിന്നെ എങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റുക? അതാണല്ലോ അതിന്റെ അർത്ഥം. അപ്പോ ഇദാ ഖലാ ബിമഹാരിമില്ലാ ഇൻതഹകഹ, അല്ലാഹു തആല ഹറാമാക്കിയൊരു വിഷയം ചെയ്യാനൊരു അവസരം കിട്ടിയാൽ അവൻ അത് ചെയ്യും. അങ്ങനത്തെ ഒരു മനുഷ്യൻ, അവൻ നിസ്കരിച്ചാലും നോമ്പ് നോറ്റാലും ഖുർആൻ ഓതിയാലും ആ അമലുകൾ അല്ലാഹു വകവെക്കുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് 2 ആഴ്ച മുമ്പത്തെ ഇവിടുത്തെ ജുമുഅ ഖുതുബയിൽ പറയപ്പെട്ടിരുന്നു, എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഹദീസ് പരാമർശിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മെ ഈമാനിലും ഹിദായത്തിലും അടിയുറപ്പിച്ച് നിർത്തി തരുമാറാകട്ടെ.